നമ്മുടെ ഇലക്ഷൻ റിസൾട്ട് വരുന്ന ദിവസമാണല്ലേ. അപ്പൊ അതായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു സെന്റൻസ് നോക്കിയാലോ. സംസ്ഥാനം വോട്ടെണ്ണലിന് സജ്ജമാകുന്നു, അതായത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്, അത് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ സെന്റൻസ് ഇംഗ്ലീഷിലേക്ക് ആക്കാം. അപ്പൊ ഇവിടെ സബ്ജക്ട് എന്ന് പറയുന്നത് സംസ്ഥാനമാണ്. അതിന് നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? സ്റ്റേറ്റ്. സ്റ്റേറ്റ്. അതിനുശേഷം സജ്ജമാകുന്നു എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ് ഓൾ സെറ്റ്. എന്തിനു വേണ്ടിയിട്ടാണ് സജ്ജമാകുന്നത്? വോട്ടെണ്ണലിന്. ഫോർ കൗണ്ടിങ് ഓഫ് വോട്ട്സ്. സ്റ്റേറ്റ് ഓൾ സെറ്റ് ഫോർ കൗണ്ടിങ് വോട്ട്സ്. അടുത്ത സെന്റൻസ് നോക്കാം. റിസൾട്ടുകൾ ഉച്ചയോടുകൂടി. അപ്പൊ നമ്മുടെ ഇലക്ഷന്റെ റിസൾട്ട്സ് വരുന്നത് ഉച്ചയോട് കൂടിയിട്ടാണ്. ഈ സെന്റൻസ് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിലേക്ക് ആക്കാം? റിസൾട്ട്സ് ഉച്ചയോട് കൂടി എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ബൈ ആഫ്റ്റർനൂൺ. ഇൻ ദി ആഫ്റ്റർനൂൺ എന്നല്ല, ഉച്ചയോട് കൂടി എന്ന് പറയുമ്പോൾ ബൈ ആണ് ഇവിടെ ചേർക്കേണ്ടത്. ബൈ ആഫ്റ്റർനൂൺ. ഉച്ചയ്ക്കാണ് റിസൾട്ട് എന്ന് പറയുമ്പോൾ ഇൻ ദി ആഫ്റ്റർനൂൺ എന്ന് പറയാം. പക്ഷെ ഉച്ചയോട് കൂടി എന്ന് പറയുമ്പോൾ ബൈ ആഫ്റ്റർനൂൺ. താങ്ക് യു.